എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ സംഘടനയെക്കുറിച്ചാണ്. അതായത് വളരെ വൈകാതെ നിലവിൽ വരുമെന്നാണ് അറിയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ രാജ്യത്തെ ഒരു വലിയൊരു സംഘടനയാണ് BJP കഴിഞ്ഞപ്പോൾ ഈ കാലത്തായിട്ട് നാം കണ്ടറിഞ്ഞ മറ്റൊരു സംഘടനയാണ് CJP, എന്തോ കോക്രോച്ച് ജനതാ പാർട്ടി, മറ്റേത് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ മൂന്നാമത് മറ്റൊന്ന് രൂപം കൊള്ളാൻ പോകണം. അറിയുന്നത് EJP. മീൻസ് എന്തോ എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള എന്തോ പെട്രോളുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെയാണ് ഐതിഹ്യത്തെ. ഇനി നമുക്ക് നടന്ന ചില ദിവസങ്ങളെക്കുറിച്ച് അതിലേക്കൊന്ന് കടക്കാം. CJP എന്ന ഒരു സംഘടന, അതായത് ജൻസി, ഇന്ത്യയിലെ ജൻസികൾ, ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായത് ഈ ജൻസികൾ എന്ന് പറയുന്നത് ഇവരൊന്ന് ന്യൂ ജനറേഷൻ കുട്ടികളാണ്. ഇവർ ഇൻസ്റ്റഗ്രാമും ഈ പുതിയ ടെലികമ്മ്യൂണിക്കേഷനും പുതിയ വിവരാകാശ വിവരങ്ങളും എന്താ പറയുക ഇൻ്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കിലും ഇങ്ങനെ ജീവിക്കുന്നതാണ്. ഇവർ പഠിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ ഇതിലാണ്. ഇവരുടെ മുന്നിൽ ശ്രീരാമനും സീതയും ഹനുമാനും അമ്പലവും പള്ളിയും ഇതൊക്കെ ഒന്നും ഇവർക്കൊരു പ്രശ്നമില്ല. ഇവർക്ക് ഇവരുടേതായ ഒരു ലോകമുണ്ട്. ആ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ വലിയൊരു സ്ട്രെങ്തുള്ളൊരു ലോകമാണ്. അത് നമുക്ക് കാണാൻ സാധിച്ച് അവരെങ്ങനെയാണ് സമരം നടത്തി, എങ്ങനെയാണ് ജയിച്ചതൊക്കെ അവർ കണ്ടു. അവരെ വെറും ഒന്നുമല്ലാത്ത രീതിയിൽ വെറും സീറോ ആയിട്ട് കണ്ട ഭരണപക്ഷം അവസാനം അവരുടെ മുന്നിൽ അടിയറ പറയേണ്ടി വന്നു. അതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ വലിയ പണ്ടത്തെ കുറേ സിദ്ധാന്തങ്ങൾ നടക്കുന്ന കുറേ പാർട്ടിക്കാരുണ്ട്. അത് ഒക്കെ പറയുന്നത് കോൺഗ്രസ്സുമുണ്ട്, BJP ഒക്കെ ഉണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണ്? BJP ചെയ്യുന്നത് അവരുടെ സമരം, അവരുടെ പാർട്ടി നിലനിർത്താനും അത് മുകളിലോട്ട് വളരാനും എതിർപക്ഷത്തുള്ള MPമാരെയോ MLAമാരെയോ അന്വേഷണ ഏജൻസികളെ അനുസരിച്ച് കുടുക്കി ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അതിനും പുറമെ കോടാനുകോടി രൂപയും കൊടുത്ത് അവരെ ഭരണപക്ഷത്തിലോട്ട് മാറ്റി അവരുടെ ഭരണത്തെ നിലനിർത്തുക. ഇതാണ് ഇവർ കാണിക്കുന്ന ടാക്ടിക്സ്. ഈ ടാക്ടിക്സ് കാണിക്കുന്നവർ ഏതാണ്ട് പ്രായം ചെന്നവരൊക്കെയാണ്. ഒക്കെ 70 വയസ്സിന് മുമ്പുള്ള ഭായിമാരൊക്കെയാണ് ഭരിക്കുന്നത്. അവർക്ക് അവരുടേതായ ഒന്നുമില്ല. അവർക്കുള്ള രാമൻ സീത, അമ്പലം പണിയുക, കൊടികെട്ടുക, ഇതൊക്കെയാണ്. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖലയിൽ കടന്നു ചെന്ന് പാവം പിടിച്ച ആൾക്കാർ കാണും. ദലിതരായിരിക്കും. അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊന്നും കാണത്തില്ല. അവരെ വശീകരിച്ച് ഇവിടെ രാമരാജ്യം ഉണ്ടാകണം, നമ്മുടെ ഒക്കെ ശരി തന്നെയാണ്, അത് അവരുടെ ഇത്. പക്ഷെ അതിനെ മറ്റൊരു രീതിയിൽ ഇൻജക്റ്റ് ചെയ്ത് അവരെ മിസ്ഗൈഡ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ സംഭവിച്ചെന്താണ്? സംഭവിച്ച ദളിതുകളുടെ ഇടയിൽ നിന്നും തുടക്കം കുറിച്ചാണ് CJP എന്ന പാർട്ടി. അതും ഒരു ദളിതനാണ് അതിൻ്റെ ഒരു നേതാവായി നടക്കുന്നത്. എന്നാൽ CJPയിലുള്ളത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട്. അവർക്ക് അമ്പലമോ ശ്രീരാമനോ ഏജെന്നോ ജാതിയെന്നോ മതമെന്നോ പെണ്ണെന്നോ ആണെന്നോ ഒന്നുമില്ല. ദേ ആർ ടോട്ടലി ന്യൂ ജൻസികളാണ്. അവർക്ക് അവരുടേതായ ഒരു വീക്ഷണമുണ്ട്. അവർക്ക് ചന്ദ്രനിൽ എങ്ങനെ എത്താൻ പറ്റും, ചന്ദ്രനിൽ എങ്ങനെ യാത്ര ചെയ്യാം, അവിടേക്ക് എങ്ങനെ എത്തണം, അതിൻ്റെ ടെക്നോളജി ആ ലോകത്തിലേക്ക് ജീവിക്കുന്നവരാണ്. അവരടുത്ത് ഇതേപോലെയുള്ള ലാത്തി കച്ചവടവും AK-47 പെല്ലറ്റ് വെച്ചുള്ള ഫയറിങ്ങൊന്നും അവർക്കൊന്നുമല്ല. നമുക്ക് കാണാൻ സാധിച്ചു. അവർ വളരെ ഓപ്പണായിട്ട് വന്ന പ്രശ്നം അവർക്ക് വരുന്ന എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് അവരുടെ ജീവനെ വരെ അവർ പ്രയോഗിക്കാതെയാണ് അവരുടെ ആശയങ്ങളെ പബ്ലിക്കിൽ പറയുകയും അവർ സമരം നടത്തി അവർ ജയിക്കുകയും ചെയ്തു. ഇതിന് കാരണക്കാരാണ് ഇപ്പോഴുള്ള ഭരണം. അവർക്ക് ഇന്നത്തെ ഏജൻസികളുടെ വികാരങ്ങൾ അറിയില്ല, അവരേത് രീതിയിലാണെന്നുള്ളവരറിയില്ല. ഇവരാണെങ്കിൽ ഗോമൂത്രവും ചാണകവും മറ്റുമൊക്കെ വെച്ച് പല തരികിട പരിപാടി നടത്തി പിടിക്കുകയാണ്. ഇനി ഇതിന് രക്ഷപ്പെടുത്തണമെങ്കിൽ BJP എന്നുള്ള സംഘടന നിലനിൽക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേതാക്കന്മാരുടെ കുറേ അധികം മക്കളൊക്കെ പുറത്ത് പഠിക്കുന്നുണ്ടല്ലോ, അവരെ നാട്ടിലേക്ക് വിളിച്ചു വരുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റി തുടങ്ങുക. നല്ലൊരു സയൻറ്റിഫിക് യൂണിവേഴ്സിറ്റി തുടങ്ങി മൂത്രവും ഗോമൂത്രവും ചാണകവും വെച്ച് എന്തൊക്കെ റിസർച്ച് ചെയ്യാം, അതിൽ ഇഥനോൾ പെട്രോൾ E20 എന്തോ കണ്ടുപിടിക്കുന്ന പോലെ
ഇവിടെയും എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി നിലനിൽക്കും. ഇതില്ലെങ്കിൽ പാർട്ടിയുടെ പൊടി പോലും കാണില്ല. അതുകൊണ്ട് ജൻസിയെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ, സാധിച്ചാൽ അതിന് നല്ല കഴിവുള്ള പിള്ളേരുണ്ട്, അവരെ കൊണ്ട് നല്ലൊരു യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്യുക, അതിന് എന്തൊക്കെ അമൂല്യ വസ്തുക്കൾ കണ്ടെത്താൻ പറ്റുക, സ്വർണവും ചിലപ്പോൾ കണ്ടെത്താൻ പറ്റുക, അത് അങ്ങനെയൊക്കെ പറയാം. രാമൻ അങ്ങനെയും പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞേക്കാം. അതുകൊണ്ട് BJP നേതാക്കളോട് ഒന്ന്, പ്രത്യേകിച്ച് വയസ്സായവർ 70 മുകളിലുള്ളവർക്ക് നിങ്ങളുടെ സമയമൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോഴത്തുള്ള ജൻസി പിള്ളേരുടെ ആ ഒരു ടെക്നോളജി, ആ ഒരു എനർജി, ആ ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സമയം കഴിഞ്ഞു. ഞാൻ നടക്കും. നമുക്ക് ഒരു പ്രായമുണ്ട്. അതുകൊണ്ട് കഴിവതും വേഗം ഇതിനൊരു പുതിയ ദിശ കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ CJP പോലെ ഇനി അതുകൊണ്ട് EJP എന്നുള്ളൊരു പാർട്ടി, അതുകൊണ്ട് ഇഥനോൾ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയില്ല. ഇനിയിപ്പോൾ അവരുടെ ഇതെന്താണ്, ഇഥനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൽ എന്ത് കാലതാമസം വരും, വണ്ടിക്കുണ്ട് അത് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ടാകുന്ന കുഴപ്പം, അതിൻ്റെ എഞ്ചിൻ പണി വരുമോ, അല്ലെ ടാങ്ക് തുരുമ്പടിക്കും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ അതിലുണ്ടെന്നാണ് ഈ പുതിയ EJP എന്ന എഥനോൾ പ്രജാ പാർട്ടി. ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ കൗതുകം തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറകൾ എന്തുകൊണ്ട് ഈ തലമുറ ഇങ്ങനെ മാറുന്നു? കാരണം അവരെ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം അവരുടെ രാജ്യത്തില്ല. ഇവരുടെ രാജ്യത്തിലുള്ള സംവിധാനം എന്താണ്? കുറേ പള്ളികളും കുറേ അമ്പലങ്ങളും കുറേ ജാതിക്കലഹങ്ങളും കുറേ ആവശ്യമില്ലാത്ത ഇതാണ്. കാരണം ഈ പിള്ളേർക്ക് വേണ്ടതൊന്നും ഇവർ ചെയ്യുന്നില്ല. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവരുടെ മക്കളെ പുറം രാജ്യങ്ങൾ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് എല്ലാ ട്രെയിനിങ്ങും കിട്ടുന്നു. മറിച്ച് ഇവിടെ ഉള്ള പാവം പിടിച്ച ദളിതരെയും കർഷകരെയും വിദ്യാഭ്യാസം അവരിലേക്ക് കടന്നെത്താതെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് അവരെ ഡെവലപ്പ് ചെയ്യാതെ അവരെ ഏതാണ്ട് ഒരു ലെവലിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് ദളിതരിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ബീഹാറിലും ബംഗാളിലും. അവിടെയാണ് ഈ CJPയുടെ കലഹം ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചത്. അപ്പോൾ BJP സർക്കാരിനോട് ഒന്ന് പറയുന്നു, നിങ്ങൾ മുൻകാലങ്ങൾ മറ്റു പാർട്ടിക്കാരെ അവിടെ നിന്ന് ആൾക്കാരെ ഇങ്ങനെ കോടികളിൽ നിന്ന് വിലക്കെടുക്കാമെന്നുള്ള രീതിയിൽ ഇന്നത്തെ പുതിയ ജനറേഷന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അവരിതെല്ലാം ബൈപ്പാസ് ചെയ്യും. അതിന് നിങ്ങളുടെ ഏത് തരികിടായിരുന്നാലും അതിനെ അതിജീവിക്കാനുള്ള ബുദ്ധി ഈ പിള്ളേർക്കുണ്ട്. ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ ദ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഈ BJPക്കാരോടും നിങ്ങളാണ് ഇവിടെ CJP എന്നും EJP എന്ന രണ്ട് സംഘടനകൾക്ക് രൂപം കൊടുത്തത്. ഇനി സംഘടനകൾ ഇങ്ങനെ വളർന്നു വരും. അതിനെ കണ്ടുപിടിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ട ഈ ചെയ്യുക. അതായത് ഈ പരീക്ഷകൾ, ചോദ്യപേപ്പറും ഇതൊക്കെ എല്ലാം ഈ കോലാഹലം കഴിച്ച് വിവരമില്ലാത്തവർ വെച്ച് മന്ത്രിസ്ഥാനത്ത് വരുത്തി യാതൊന്നൊരു അടിയും തടയും കൊടിയും 2 കുവിയും തൊപ്പിയും വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാമെന്നുള്ളൊരു ആ വ്യാമോഹം ഇനി മാറ്റിവെക്കുക. കാരണം ഇനിയുള്ള ജനറേഷൻ മുന്നാളുകൾ നിങ്ങൾ ഭരണത്തിരുന്നപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച അവരുടെ ചിന്താഗതി ഉള്ളവരുടെ അല്ല വോട്ടുകൾ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് വോട്ടൊന്നും കിട്ടത്തില്ല. നിങ്ങളുടെ വോട്ടുകളെല്ലാം പാഴ്ശൂന്യം. ഇനിയിപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് യന്ത്രങ്ങളോ എന്ത് വെച്ച് നോക്കിയാലും പഴയ കാലത്ത് ഒരു പരിപാടി നടക്കില്ല. അത് കോൺഗ്രസിനോടും കൂടി പറയാണ്. കോൺഗ്രസിനും BJPക്കും നിങ്ങൾ നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല പിള്ളേരെ, ഇന്നത്തെ ജനതയെ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് അതാണ്. അവർക്ക് വേണ്ട ടെക്നോളജിയാണ്. അവർക്ക് ഈ ഒരുമാതിരി ഈ അമ്പലവും പള്ളിയും ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് അവരെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഇന്നത്തെ സമൂഹം അതിന് നിങ്ങളുടെ കയ്യിൽ നിൽക്കത്തുമില്ല. അതുകൊണ്ട് കഴിവതും വേഗം അതിന് നല്ല രീതിയിലൊരു ഭാവന കൊടുക്കുക. അതുപോലെ പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും പറയുന്നു, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളും ഇവിടെ നിന്നൊക്കെ മാറിപ്പോകും, നിങ്ങൾ മാഞ്ഞു പോകും. ഒരു വലിയ കുഴപ്പമില്ലാത്ത പ്രായത്തിന് വലിയ കുഴപ്പമില്ല. ഏതാണ്ടൊരു ചെറുപ്പക്കാരനാണ് രാഹുൽ ഗാന്ധി. ഒന്ന് ശ്രദ്ധിക്കുക. താങ്കളും ഈ സമരത്തിലൊക്കെ കയറി അവിടെ ഇതൊക്കെ കാണിച്ചത് നല്ലത് തന്നെ, ആവേശം. പക്ഷേ ആവേശം എല്ലാത്തിലും കാണും. നിങ്ങൾ കാടാറുമാസം നാടാറുമാസം അതൊക്കെ നിർത്തി ഈ ജൻസികളുടെ അവരുടെ മൈൻഡ് മനസ്സിലാക്കുക, അവർക്ക് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അവരിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ബി കെയർഫുൾ. ഐ ആം ടെല്ലിങ്, BJPയും
കോൺഗ്രസ് പാർട്ടിയും എല്ലാവരും ഒന്ന് നോക്കുക. നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് ഒരു CJPയും EJPയും നോക്കുക. കാണാം അടുത്തൊരു വീഡിയോയിലൂടെ എന്താണ് EJP എന്നുള്ളത് നമുക്ക് പരസ്പരം സംസാരിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.